Hi all friends, welcome to NTM Political Talk. നമ്മൾ കുറെ ദിവസങ്ങളായി ഏകദേശം ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം മുതൽ കേട്ടു തുടങ്ങിയതാണ് പ്രതിപക്ഷ ഉപനേതാവ്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു പദവിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പദവി ഇല്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം. കാരണം അതൊരു ആലങ്കാരിക പദവിയാണ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി അങ്ങനെ ഒരു പദവിയില്ല. അത് മുന്നണികൾ ഒരു മര്യാദ പാലിക്കുന്നതിന് വേണ്ടി UDF തുടങ്ങി വെച്ച ഒരു സംവിധാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തായിരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആയിട്ടുണ്ട്. അതിനുശേഷം UDF ഈ സംവിധാനം തുടർന്നു പോരുന്നുമുണ്ട്. UDF മുസ്ലിം ലീഗിനാണ് പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം. ഇപ്രാവശ്യത്തെ VD സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇടതുമുന്നണിയിൽ ഈ തർക്കം കാര്യമായി രൂപപ്പെട്ടത്. പ്രതിപക്ഷ ഉപനേതാവ് CPIക്ക് വേണം എന്ന വാദം അവർ തുടക്കം മുതലേ ഉയർത്തിയിരുന്നു. എങ്കിലും അത് കൊടുക്കാൻ CPM തയ്യാറല്ലതാണ്. അങ്ങനെ ഒരു പദവിയില്ല എന്ന് പറഞ്ഞ് അത് പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ഒക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത്. സത്യത്തിൽ അങ്ങനെ ഒരു പദവിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതൊരു മുന്നണി മര്യാദ അനുസരിച്ച് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ഉപനേതാവാകുന്നു എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഇപ്പോ CPIക്ക് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM കൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDF അതിലെ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്ന് പറഞ്ഞ് സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും ഒക്കെ അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല, ഇതുവരെ കൊടുത്തിട്ടുമില്ല. അതുണ്ടെങ്കിൽ അങ്ങനെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് CPM തന്നെയാണ് കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ CPI എന്തായിരിക്കും ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPI പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷെ ഇതിൽ വേറൊരു കാര്യം എന്ത് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് പാർട്ടി യോഗം ഇതുവരെ LDFന്റേത് കൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ പാർലമെന്റ് പാർട്ടി യോഗം 2 നിയമസഭാ സമ്മേളനങ്ങൾ കഴിഞ്ഞു, ഒന്ന് സത്യപ്രതിജ്ഞ, ഒന്ന് ബഡ്ജറ്റ് സമ്മേളനവും ഒക്കെ കഴിഞ്ഞിട്ടും LDFന്റെ ഒരു പാർലമെന്റ് പാർട്ടി യോഗം ഇതുവരെ കൂടിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ തർക്കം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടി ഈ വാദം ഉന്നയിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇത് കൂടുതൽ ഇപ്പോൾ 2 ദിവസങ്ങളിൽ കൂടുതൽ വാർത്താ പ്രാധാന്യം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പദവി CPIക്ക് ലഭിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തക്കതൊന്നും വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുമുള്ളത്. അപ്പോൾ ഒരു പ്രതിപക്ഷ ഐക്യത്തിന് ഒരു വിള്ളൽ വീഴും എന്നത് വെച്ചു കഴിഞ്ഞാൽ മറിച്ചൊന്നും സംഭവിക്കാനും സാധ്യതയില്ല. പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു സ്ഥാനമില്ല, ഉണ്ടെങ്കിൽ വലിയ കക്ഷി തന്നെയാണ് അത് കൈകാര്യം ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണം പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാവിന് വേണ്ടി സഭയിൽ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറയുന്നതിനാണ് അങ്ങനെ. അത് ആദ്യത്തെ കക്ഷിയിൽ തന്നെ ആയിരിക്കും അതിന്റെ അധികാരം ഉണ്ടായിരിക്കുക എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുമുള്ളത്. പക്ഷെ സഭയിൽ എഴുന്നേറ്റ് നിന്നാലും ഉപനേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ പ്രയോറിറ്റി ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഒരു സംവിധാനമില്ല. പ്രതിപക്ഷ നേതാവിനാണ് സമയപരിധി ഇല്ലാതെ സഭയിൽ സംസാരിക്കാൻ സാധിക്കുക എന്നത്. ഉപനേതാവിന് അങ്ങനെ പദവി ഇല്ലാത്തത് കൊണ്ട് അത് സാധ്യവുമല്ല. എങ്കിലും പ്രതിപക്ഷത്തു നിന്ന് എഴുന്നേറ്റ് നിൽക്കാം എന്നതാണ്. പക്ഷെ CPIയെ സംബന്ധിച്ചിടത്തോളം ആ പദവി ലഭിക്കണം എന്ന് തന്നെയാണ് അവരുടെ നിർബന്ധം. അതുകൊണ്ട് തന്നെയാണ് അവർ അതിനുവേണ്ടി ഇത്രയും മുറവിളി കൂട്ടുന്നതും. എങ്കിലും അത് നൽകാതിരിക്കുക എന്നത് തന്നെയാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാടായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇനിയിപ്പോ ഇത് ലഭിക്കില്ല എന്ന് ഒരു ഏകദേശം ഉറപ്പായ നിലക്ക് ഇനിയിപ്പോ എന്തായിരിക്കും നിലപാട് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നിലപാടൊന്നും എടുക്കാൻ സാധ്യതയില്ല. കാരണം അങ്ങനെ നിലപാടെടുക്കുകയാണെങ്കിൽ CPI ഒരു വേറെ ഒരു ഇതായി തിരിഞ്ഞിരിക്കേണ്ടി വരും. സഭയിൽ വേറൊരു കക്ഷിയായി
മാറിയിരിക്കേണ്ടി വരും. അതൊന്നും ഇപ്പോ അത്രയും കടുത്ത നടപടികളിലേക്കൊന്നും ഇപ്പോൾ പോകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കാരണം CPM-നെ വിട്ട് വേറൊരു കക്ഷിയായി സഭയിൽ മാറിയിരിക്കേണ്ടി വരും. അതാണ് ഇതിൽ നിന്ന് CPM ഉപനേതാവ് സ്ഥാനം കൊടുത്തില്ല എങ്കിൽ ഇതിന് ചെയ്യാനുള്ളത്. പക്ഷെ അത്ര കടുത്ത നടപടികളിലേക്കൊന്ന് പോവാൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ LDF-ലെ ഈ തർക്കം കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. എങ്കിലും അതിന് ഒരു വിരാമം ഉടനെ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലാക്കാനുള്ളത്. കാരണം ഇപ്പോൾ ഇനി അടുത്ത നിയമസഭാ സമ്മേളനം വരുമ്പോഴായിരിക്കും ഇതിന്റെ കൂടുതൽ ചർച്ചകളൊക്കെ വരിക. എങ്കിലും ഇപ്പോഴും ഓരോ പ്രസ്താവനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ CPI-യുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന വരികയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടാണ് വാർത്ത വീണ്ടും നിറഞ്ഞത്. പക്ഷേ അതിന് CPM അതിനായിട്ട് പ്രത്യേക മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലതാണ്. അപ്പോൾ ഏതായാലും ഇത് ഇങ്ങനെ ഒരു ഭരണഘടനാ പദവി ഇല്ലാത്തത് കൊണ്ട് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എങ്കിലും അതൊരു മുന്നണി മര്യാദയുടെ ഭാഗമായി UDF ചെയ്തു വരുന്നു. അത് LDF ആണെങ്കിൽ അവർ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് അവരും വ്യക്തമാക്കുന്നത്. UDF ആണെങ്കിൽ അങ്ങനെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസും ഉപനേതാവ് രണ്ടാമത്തെ കക്ഷിയായ ലീഗിനും അതായത് സാധാരണയായി അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു പദവി ഇല്ലാത്തത് കൊണ്ട് അതിനെ തർക്കിച്ചിട്ട് കാര്യമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ പദവിയുടെ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോവാൻ തന്നെയാണ് സാധ്യത. എങ്കിലും അതിനൊരു പരിഹാരം പെട്ടെന്ന് ഉരുത്തിരിയുവാനും സാധ്യത വളരെ കുറവാണ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് CPI-യും അത് അങ്ങനെ ഒരു പദവി ഇല്ലെന്ന് CPM-ഉം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അത് മിക്കവാറും അടുത്ത നിയമസഭാ സമ്മേളനം ഏകദേശം 2-3 മാസത്തിന് ശേഷമായിരിക്കും ഇനി വരാനിരിക്കുന്നത്. അതുവരെ ഈ ചർച്ച ഇങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷവും ഇത് കിട്ടിയില്ല എങ്കിൽ അത് ആ ചർച്ച അങ്ങനെ അവസാനിക്കാനുമാണ് സാധ്യത. മറിച്ച് കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് CPI-യോ ഒന്നും നീങ്ങാനും സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രതിപക്ഷ ഉപനേതാവ് എന്ന ഒരു സ്ഥാനം ഔദ്യോഗികമായി അത് അങ്ങനെ ഒരു സ്ഥാനമില്ല. അങ്ങനെ ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായി അത് നൽകപ്പെടുന്നു അത് എന്നത് ആണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പുതിയ കീഴ്വഴക്കം ഉണ്ടാക്കാനാണ് CPI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ CPM അതിന് വഴങ്ങുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചർച്ച. ഏതായാലും അങ്ങനെ ഒരു പദവി LDF-ൽ CPI-ക്ക് കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അതേപ്പറ്റി ചർച്ചകളിൽ വരുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പദവി LDF-നെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടാമത്തെ കക്ഷിക്ക് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനോ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനോ ലൈക്ക് ചെയ്യാനോ ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.